സ്ഥലം അസ്തിനപുരി രാജധാനി. സമയം പ്രഭാതമായിരിക്കുന്നു. രാജവീഥികളെമ്പാടും കൊടിത്തോരണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. എവിടെ നോക്കിയാലും ആഹ്ലാദം അലയടിക്കുന്നത് കാണാം. അതാ രംഗവേദിയിൽ നിന്നും ദീർഘകായകനായ ജടാധാരി മന്ദം മന്ദം. അതാരാണത്? ആയുധവിദ്യയിൽ അഗ്രഗണ്യൻ, ആരെയും വെല്ലുന്ന പാപഗാംഭീ. മീനൂട്ടി, മീനൂട്ടി, നീ എവിടെ പോയിരിക്കുക കുട്ടി? ശാന്തേച്ചി, മീനൂട്ടി ഉണ്ടോ അവിടെ? എൻ്റെ പേര് മീനാക്ഷി, ഞാൻ പത്തിരുന്ന് വരുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് വിനോദ്, അമ്മയുടെ പേര് ശ്രീദേവി. ഞാൻ ലാബ് ടെക്നീഷ്യനാണ് പഠിക്കുന്നത്. എത്ര വർഷത്തിന് ശേഷമാണ് നീ വന്നതെന്നറിയാമോ? എൻ്റെ പേര് പ്രദക്ഷിണ. എൻ്റെ പേര് പ്രദക്ഷിണ. എൻ്റെ പേര് പ്രദക്ഷിണ. ജോലി എവിടെയാ? മക്കാച്ചിൽ. എവിടെ? മക്കാച്ചിൽ. കേൾക്കുന്നില്ല. ഉറക്കെ. മക്കാച്ചിൽ. ഈ പല്ലൊക്കെ എവിടെ പോയി? ഇഞ്ചക്ഷൻ വന്നടാ. ഇഞ്ചക്ഷൻ വന്നടാ. ഇഞ്ചക്ഷൻ ചെയ്തു. ഇൻഫെക്ഷനോ? പിന്നെന്താ ഇഷ്ടപ്പെട്ടെ? കാട്ടിക്കുടിങ്ങനെ മോഹൻലാല് ഒരു പാർട്ടിക്ക് പോയി. അവിടെ പാട്ട് പാടും. അതിലൊരു പാട്ടില്ലേ, ശാന്തവീരാത്രി. ആ പാട്ട് കളിച്ചൊരു അങ്കിൾ അറിയോ? ശരിക്കും ആ സിനിമയിൽ പാട്ട് കളിച്ചൊരു അങ്കിളാണ് ഇരിക്കുന്നത്. ജോണി വാക്കർ സിനിമയിലെ ഡ്രമിച്ച് ഷെല്ലി എന്ന് പറയും ക്യാരക്ടർ. സിനിമ കണ്ടാണോ? കണ്ടാണോ ജോണി വാക്കർ? അതിലെ മെയിൻ ക്യാരക്ടറാണ് ഇരിക്കുന്ന ആള്, ഡ്രമിച്ച് ഷെല്ലി. സിനിമ ഞാൻ കണ്ടോ നോക്കിയാൽ മതി. ശാന്തവീരാത്രി ഹിറ്റായ സിനിമയില്ലേ, ആ സിനിമയിലെ മെയിൻ ആളൊക്കെ ഇരിക്കുന്നത്. എൻ്റെ പേര് ആർച്ച. എൻ്റെ അമ്മയുടെ പേര് അനുശ്രീ. എൻ്റെ അച്ഛൻ്റെ പേര് അശോക് കുമാർ. ഞാൻ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലാണ്. ഞാൻ വരുന്നത് കരിമുളക്കിൽ നിന്നാണ്. എൻ്റെ സ്കൂളിൻ്റെ പേര് സെൻറ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നാണ്. മാവേലി തമ്പുരാനെ, എൻ്റെ വീട്ടിൽ പണമോ സ്വർണമോ ഒന്നുമില്ല. പക്ഷെ ഒരു നേരത്തെ കഴിക്കാൻ സദ്യയുണ്ട്. എൻ്റെ വീട്ടിൽ കയറാതെ പോകരുത്. മാവേലി തമ്പുരാനെ, എൻ്റെ വീട്ടിൽ പണമോ സ്വർണമോ ഒന്നുമില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരമുണ്ട്. കയറാതെ പോകരുതേ. രാവിലെ മുതൽ കഷ്ടപ്പെട്ടിട്ട പൂക്കളാണ്. പൂക്കൾ മുഴുവനും നശിച്ചു. സാരമില്ല, പൂക്കൾ വേറെ കിട്ടും. പക്ഷെ മനസ്സ് തളർന്നാൽ അത് കൂട്ടിച്ചേർക്കാനാവില്ല. എൻ്റെ പേര് ദേവനന്ദ. എൻ്റെ അച്ഛൻ്റെ പേര് രവീന്ദ്രൻ. എൻ്റെ അമ്മയുടെ പേര് ഗംഗ. ഞാൻ 6ലാണ് പഠിക്കുന്നത്. ഞാൻ പത്തിയൂരിൽ നിന്നാണ് വരുന്നത്. നമസ്കാരം. ഈ അടുത്ത കാലത്തായി തെരുവ് പട്ടികളുടെ ആക്രമണം മൂലം വാഹനങ്ങൾ ആക്സിഡന്റ് ആവുകയും പരിക്ക് പറ്റുകയും അകാരണത്താൽ മരിച്ചു പോവുകയും ചെയ്യുന്ന മനുഷ്യ ജീവിതത്തിന്റെ കഥ. അങ്ങനെ ഒരു കൊച്ചു കഥയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മീനൂട്ടി, മീനൂട്ടി, നീ എവിടെ പോയിരിക്കുക കുട്ടി? ശാന്തേച്ചി, മീനൂട്ടി ഉണ്ടോ അവിടെ? എല്ലാവരും ഓണക്കോടി വാങ്ങാനിരുന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് നിന്നെയായിരുന്നു. നിന്റെ ഒരു ചിരിയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അഭിവന്ദ്യ സദസ്സിന് എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഗുരുദക്ഷിണ. സ്ഥലം അസ്തിനപുരി രാജധാനി. സമയം പ്രഭാതമായിരിക്കുന്നു. രാജവീഥികളെമ്പാടും കൊടിത്തോരണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. എവിടെ നോക്കിയാലും ആഹ്ലാദം അലയടിക്കുന്നത് കാണാം. അതാ രംഗവേദിയിൽ നിന്നും ദീർഘകായകനായ ജടാധാരി മന്ദം മന്ദം. അതാരാണത്? ആയുധവിദ്യയിൽ
അഗ്രകണ്യൻ ആരെയും വെല്ലുന്ന പാപഗാംഭീരൻ കൗരവ പാണ്ഡവ ഗുരുഭൂതനാകും വില്ലാളി വീരൻ ദ്രോണരല്ലോ. ദ്രോണ ഗുരുവിന്റെ ശിക്ഷണത്തിൽ എല്ലാ കുമാരന്മാരുടെയും അസ്ത്രാഭ്യാസം ഭംഗിയായി. എനിക്കിത്ര ഓർമ്മയുള്ളൂ കേട്ടോ. എൻ്റെ പേര് അനുശ്രീ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അശോക് കുമാർ. എനിക്ക് 2 മക്കളുണ്ട്. 6ലും +1 പഠിക്കുന്നു, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. പിന്നെ അച്ഛൻ, അമ്മ ആണ് എൻ്റെ കുടുംബം. ഇല്ല, അങ്ങനൊന്നുമില്ല. ഇല്ല. ഇല്ല. ഞാൻ പക്ഷേ ഇത് കണ്ടിട്ട് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇല്ലേ? കണ്ടോ ഇതൊരു ആൽബത്തിൽ അഭിനയിച്ച വെറുതെ എൻ്റെ പേര് ദക്ഷിണ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ അമ്മയുടെ പേര് സുകന്യ. സ്കൂളിൻ്റെ പേര് GLPS പഴകുളം. ടീച്ചറിന്റെ പേര് ഷംന ടീച്ചർ. എന്തൊക്കെ പുരസ്കാരം കിട്ടില്ല ഇടയ്ക്ക്? എന്തിനാ കിട്ടിയ? പേരെന്താ? എൻ്റെ പേര് പ്രദക്ഷിണ. കേട്ടില്ല. എൻ്റെ പേര് പ്രദക്ഷിണ. അല്ല, പ്രദക്ഷിണ. കേൾക്കുന്നില്ല. എൻ്റെ പേര് പ്രദക്ഷിണ. കേട്ടോ? കേട്ടോ? കേട്ടില്ല. എൻ്റെ പേര് പ്രദക്ഷിണ. എൻ്റെ പേര് പ്രദക്ഷിണ. പ്രദക്ഷിണ. അല്ല, പ്രദക്ഷിണ. പഴകുളം LP പഴകുളം.